ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ഇറാന്റെ നിയന്ത്രണങ്ങളും അമേരിക്കയുടെ പ്രത്യാക്രമണ ഭീഷണികളും മേഖലയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ നിർത്തിയിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സഖ്യകക്ഷികൾക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനവും നാറ്റോ സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ച മുന്നറിയിപ്പുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇത്രത്തോളം പ്രധാനമാകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/3 ഭാഗവും കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാതയിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന വഴി ഇതാണ്. ഈ വഴി തടസ്സപ്പെടുകയെന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുക എന്നാണ് അർത്ഥം. ഇറാൻ ഈ പാതയിൽ നിയന്ത്രണം കടുപ്പിക്കുമ്പോൾ അത് കേവലം അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കാണ് വഴിയൊരുക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു. ഹോർമൂസ് വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഇതിന് വിരുദ്ധമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും അദ്ദേഹം നൽകിയിരിക്കുന്ന താക്കീത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു. എന്നാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മൗനം പാലിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ പ്രധാന പരിഭവം. ഹോർമുസിൽ ഇറാനെ സൈനിക സഹായം നൽകുന്നില്ലെങ്കിൽ നാറ്റോയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. വർഷങ്ങളായി അമേരിക്കയുടെ സൈനിക ഔദാര്യത്തിലാണ് യൂറോപ്പിന്റെ സുരക്ഷ നിലനിൽക്കുന്നതെന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കാത്ത പക്ഷം നാറ്റോയുടെ ഭാവി അപകടത്തിലാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ പല നയതന്ത്രജ്ഞരും ഒരു കൊച്ചുകുട്ടിയുടെ വാശിയായാണ് വിശേഷിപ്പിക്കുന്നത്. എങ്കിലും ആഗോള സുരക്ഷാ ക്രമത്തിൽ ഇത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. ട്രംപിന്റെ നോട്ടപ്പുള്ളികളിൽ പ്രമുഖ രാജ്യം ചൈനയാണ്. ചൈന ഇറക്കുമതി ചെയ്ത എണ്ണയുടെ 90% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. എണ്ണയുടെ സുരക്ഷയ്ക്കായി അമേരിക്ക പണം ചിലവഴിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവായ ചൈന നിശബ്ദത പാലിക്കുന്നത് ട്രംപിനെ ചൊടിപ്പിക്കുന്നു. ചൈനീസ് പ്രസിഡന്റുമായി നടക്കാനിരിക്കുന്ന നിർണായക ഉച്ചകോടിക്ക് മുൻപ് ഹോർമുസ് വിഷയത്തിൽ ചൈന നിലപാട് വ്യക്തമാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കൂടിക്കാഴ്ച മാറ്റിവെക്കുമെന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ചൈനയെ പോലെ വലിയ സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ എണ്ണയുടെ സുരക്ഷയ്ക്കായി പണം ചിലവഴിക്കണമെന്നും അമേരിക്ക മാത്രം ഈ ഭാരം വഹിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ആഹ്വാനത്തിന് ആഗോളതലത്തിൽ പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളികൾ പോലും സൈനിക നീക്കത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. പ്രതിരോധ രംഗത്ത് അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണെങ്കിലും ഹോർമുസിലേക്ക് കപ്പലുകൾ അയക്കില്ലെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കി. UAEക്ക് യുദ്ധവിമാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇറാനെ നേരിട്ടുള്ള സൈനിക നീക്കത്തിലൂടെ പ്രകോപിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഊർജ്ജ ആവശ്യങ്ങൾക്കായി മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ജപ്പാനും കപ്പലുകൾ അയക്കാൻ തയ്യാറല്ല. മേഖലയിലെ സമാധാനം നിലനിർത്താനാണ് തങ്ങളുടെ താൽപര്യമെന്ന് ജപ്പാൻ വ്യക്തമാക്കുന്നു. സഖ്യകക്ഷികളുടെ ഈ നിലപാട് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ലോക പോലീസുകാരൻ എന്ന വേഷം കെട്ടാൻ അമേരിക്ക മാത്രം മതിയാകില്ലെന്ന് ഈ രാജ്യങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. സംഘർഷം ആരംഭിച്ച ശേഷം ഏകദേശം 20ഓളം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് കണക്കുകൾ. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം മേഖലയിൽ വലിയൊരു ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അന്തരീക്ഷം അതീവ ഗുരുതരമാണ്. എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $100 മുകളിൽ വില ഉയരാൻ സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോർമുസിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ വഴങ്ങുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ കടലിടുക്ക് ഏത് നിയന്ത്രണവും ഏർപ്പെടുത്താൻ അവകാശമുണ്ടെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം തകർന്ന തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ലോകത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. സഖ്യകക്ഷികൾ വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹം ഏകപക്ഷീയമായി സൈനിക നീക്കത്തിന് മുതിരുമോ, അതോ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ നാറ്റോ രാജ്യങ്ങളെയും ചൈനയും ശിക്ഷിക്കുമോ? സഹകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തീരുവകൾ വർദ്ധിപ്പിക്കാനും നയതന്ത്ര ബന്ധങ്ങളിൽ മാറ്റം വരുത്താനും സാധ്യതയുണ്ട്. 7 രാജ്യങ്ങളുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ എത്ര പേർ കപ്പലുകൾ അയക്കാൻ തയ്യാറാകുമെന്നതും സംശയമാണ്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണപരമായ നയതന്ത്രം നാറ്റോ പോലുള്ള സംവിധാനങ്ങളുടെ തകർച്ചയ്ക്കും വഴിവെച്ചേക്കാം. സഖ്യകക്ഷികളെ സമ്മർദ്ദത്തിലാക്കി ഇറാനെ പൂട്ടാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ അത് മറ്റൊരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. ഹോർമുസിലെ തിരമാലകൾ അടങ്ങണമെങ്കിൽ തോക്കിൽ കുഴലുകൾക്ക് പകരം ചർച്ചാമേശകൾ സജീവമാകേണ്ടതുണ്ട്. എങ്കിലും ട്രംപിന്റെ വാശിയും ഇറാന്റെ നിശ്ചയദാർഢ്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ ലോകം വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്.